ഹായ് JEE ആസ്പിരൻസ്, 2027 ജനുവരി മാസമാണ് നമ്മുടെ ഫേസ് 1 എക്സാമിനേഷൻ നമ്മൾ എല്ലാവരും എഴുതാൻ വേണ്ടി പോകുന്നത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, വി ഹാവ് ടു ബി ഓൺ ദ ട്രാക്ക്. നമ്മൾ മാക്സിമം എക്സാംസ് എഴുതണം, CBT മോഡിൽ എക്സാമിനേഷൻ എഴുതി നമ്മൾ ശീലിക്കണം. യെസ്, ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ 1 നമുക്ക് കഴിഞ്ഞു. അതിന്റെ റിസൾട്ട്സ് അനൗൺസ് ചെയ്ത് എല്ലാവർക്കും പെർസെൻറ്റൈൽ ഓൾ ഓവർ കേരള എത്രയാണെന്നുള്ള മാർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞു. നൗ ഇറ്റ് ഈസ് ദ ടൈം ഫോർ ദ പ്രിപ്പറേഷൻ ടു ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ 2. എല്ലാ മാസവും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും സ്ട്രക്ചേർഡ് ആയിട്ടും നിങ്ങൾ ഇതിന്റെ ഈ പ്ലാനിനെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിച്ചാൽ മാത്രമാണ് ജനുവരിയിൽ നമുക്ക് അനായാസം 99% എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുക. ഈ വരുന്ന ജൂലൈ മാസം 26 തൊട്ട് ഓഗസ്റ്റ് 2 വരെ ഉണ്ടാകുന്ന ദിവസങ്ങളിലായിട്ട് നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ 2 JEEയുടെ CBT എക്സാമിനേഷൻ നടക്കാൻ പോവാണ് ഓൾ ഓവർ കേരള. സോ നമ്മുടെ എല്ലാ ഓൺലൈൻ സ്റ്റുഡൻസും നിർബന്ധമായിട്ടും എഴുതണം. ആൻഡ് ദിസ് ഈസ് ഫോർ ദി എൻറ്റയർ സൈലമിയൻസ് ആസ് വെൽ ആസ് നോൺ സൈലമിയൻസ്. അപ്പോൾ നമ്മുടെ ഈ എക്സാമിനേഷൻ നടക്കുന്ന ഡേറ്റ്സ് CBT ആയതുകൊണ്ട് തന്നെ പല ദിവസങ്ങളിൽ പല ഷിഫ്റ്റുകളിലായിട്ടായിരിക്കും ഉണ്ടാവുക. എക്സാമിനേഷന്റെ പോർഷൻസ് എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് 3 സബ്ജക്ട്സ് ആണ്. ആസ് യു നോ, ഫിസിക്സിലെ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് ആയിരിക്കുന്ന യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ആസ് വെൽ ആസ് മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് സിലബസ്. കെമിസ്ട്രിയിലെ സം ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ കെമിസ്ട്രി വിച്ച് ഇൻക്ലൂഡ്സ് മോൾ കോൺസെപ്റ്റ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ് കെമിസ്ട്രിയിലുള്ള 2 ചാപ്റ്റേഴ്സ്. മാത്തമാറ്റിക്സിലേക്ക് വരുമ്പോൾ ഫണ്ടമെന്റൽസും മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസും ആണ്. ഈ 6 ചാപ്റ്റേഴ്സ് ആണ് സെക്കൻഡ് GIBയിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. എല്ലാവരും ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. മാക്സിമം PYQs ചെയ്യണം. ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിലേക്ക് ഇനിയുള്ള CBTക്ക് വരണം. സോ നമ്മുടെ എക്സാമിനേഷൻ നടക്കുന്ന ഡേറ്റ്സ് മറന്നു പോകരുത്. ജൂലൈ 26 തൊട്ട് ഓഗസ്റ്റ് 2 വരെയുള്ള ദിവസങ്ങളിൽ പല ഷിഫ്റ്റുകളിലാണ്. എക്സാമിനേഷൻ സമയം രാവിലെയും ഉച്ചക്കൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാവും. അതിനാദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യണം. സോ സ്ക്രീനിൽ കാണുന്ന QR കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുക. രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അഡ്മിറ്റ് കാർഡും നിങ്ങളുടെ ഡേറ്റ് എപ്പോഴാണെന്ന് അലൊക്കേറ്റ് ചെയ്യാനും അതേപോലെ ഷിഫ്റ്റും തരാൻ വേണ്ടി സാധിക്കുള്ളൂ. സോ ഡു ദ രജിസ്ട്രേഷൻ നൗ. ഓൾ ദ ബെസ്റ്റ്.